ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ലുട്ടുവിന് പൂരം കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പൂരങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അവസാനമുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂരം മാത്രമാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. ചേട്ടന് മരുന്ന് വാങ്ങാണ്ടായിരുന്നു, അതുപോലെ തന്നെ അമ്മയ്ക്കും മരുന്ന് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ 105 93 അപ്പോൾ മരുന്ന് കിട്ടാനുള്ള വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലൊട്ടുവിനെ നമുക്ക് ഒതുക്കിയിരുത്താൻ പറ്റാത്തതുകൊണ്ട് ചേട്ടനെ മരുന്ന് വാങ്ങാൻ ഇരുത്തിയിട്ട് ഞാൻ അവൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ കായ്സ് കിച്ചണിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതായത് ലുട്ടുവിന് ഉറക്കം വന്ന് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള പരിപാടി പോലെ പ്ലേറ്റ് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി വന്നു. നമ്മളവിടുത്തെ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ റൈസ് സ്പൈസി ആയ കാരണം ലുട്ടു അത് കഴിച്ചില്ല. അപ്പോൾ അവന് കുറച്ച് നോർമൽ റൈസ് വാങ്ങിച്ചിട്ടാണ് കൊടുത്തത്. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ടോപ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് പോയി. പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് പോയി. നമ്മുടെ പൂരം കാണണം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ വന്നത്. പൂരം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവന് കുറച്ച് ആനയെ കാണുക, അതുപോലെ തന്നെ കുറച്ച് ചെണ്ടമേളം കേൾക്കുക, അത്രയൊക്കെ മതി കേട്ടോ. അതാണ് അവൻ്റെ സന്തോഷം. അപ്പോൾ അവനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസം വരുന്നത്. പൂരത്തിനേ വന്നിട്ടില്ല. ഒരു തൃശ്ശൂർക്കാരി എന്നുള്ള നിലയിൽ ഇത് പറയുന്നത് എനിക്ക് മോശമാണെന്ന് എനിക്കറിയാം. എന്നാലും സത്യം വെളിപ്പെടുത്തിയല്ലേ പറ്റൂ. ഞാൻ ആദ്യമായിട്ടാണ് തലേ ദിവസം തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും. അപ്പോൾ ഞങ്ങൾ അവിടെ മൊത്തം ആ റൗണ്ട് ഫുള്ളായിട്ടൊന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോരം സാധനങ്ങളാണെന്നറിയോ അവിടെ. നമുക്ക് അങ്ങോട്ട് ചെന്നാൽ പിന്നെ തിരിച്ച് പോരാൻ തോന്നില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ. അതുപോലെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കാനുള്ളതും അതുപോലെ കളിപ്പാട്ടങ്ങൾ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ആക്ടർ ജയരാജ് വാര്യർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ആൾ പിന്നെ പൂരത്തിന് മെയിനാണല്ലോ. അപ്പോൾ ആൾ ഇതേപോലെ ചാനലുകാരുണ്ടായിരുന്നു, അവരുടെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആളുകളൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങിയിട്ടോ. നമ്മുടെ നാട്ടിലെ പൂരത്തിൻ്റെ ആളുകളിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ തലേ ദിവസം തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടുന്നതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. ചെണ്ടക്കൊട്ട് കേട്ടാൽ പിന്നെ ഒരു സന്തോഷമാണ്, അതുപോലെ തന്നെ ആനേനെ കണ്ടാൽ അതിനേക്കാൾ സന്തോഷമാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളതൊക്കെ കണ്ടു നിന്നു. അങ്ങനെ കുറേ ചാനലുകാരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ നിന്ന് ചേട്ടൻ പോകാമെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ നിന്നില്ല എന്നുള്ളൊരു ലെവലിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മറ്റേ ജയസൂര്യയുടെ പുണ്യാളൻ സിനിമയിലത്തെ ജഡ്ജ് ഉണ്ടല്ലോ, എനിക്ക് ആളുടെ പേരറിയില്ല, ആളേനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ പാട്ടുകാരൻ അനൂപ് ആളുണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു അച്ഛനും അമ്മയും കുട്ടിയും കൂടിയിട്ട് എന്തോ ഒരു ചാട്ടവാറുകൊണ്ട് ദേഹത്തടിച്ചിട്ട് എന്തോ ചെയ്യായിരുന്നു. എനിക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ കുറച്ച് നേരം ഞങ്ങൾ അതും കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് എല്ലാവരും ഇതുപോലെ പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കൊടുത്തു കുറച്ച് പൈസ. അങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ചെറിയ കുട്ടി നമ്മുടെ ലുട്ടുവിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ളൂ ആ കുട്ടി. ആ കുട്ടിയും അച്ഛൻ്റെ ഒപ്പം തന്നെ ഡാൻസ് കളിക്കുക, അതുപോലെ തന്നെ ചാട്ടവാറെടുത്തിട്ട് മേലടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും നമ്മുടെ ലുട്ടുവിന് കളിക്കാൻ ആരേനെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നൊരു കുട്ടീനെ. അപ്പം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെ ഒരു 6 മണി 6:30 ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും അവിടെ ഒരു പൂരത്തിനല്ല 2 പൂരത്തിനുള്ള ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. പക്ഷേ നേരം വൈകിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ വെടിക്കെട്ടിനുള്ള സെറ്റപ്പൊക്കെ ഇട്ടത് കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ അടച്ചിട്ടൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം ആളുകൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന സമയത്തായിരുന്നു ഒരു ആന അവിടെ നടക്കിൽ തൊഴാനായിട്ട് വരികയായിരുന്നു കേട്ടോ. ഞാനിത് വീഡിയോ എടുത്തിരിക്കണതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ, നമ്മുടെ ഒട്ടും ചേട്ടനും കൂടിയിട്ട് അങ്ങോട്ട് പോവാൻ ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്കതുകൊണ്ട് ഫസ്റ്റ് ആ ഭാഗം മിസ്സായി
പോയി. എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന വഴിക്ക് ആന അങ്ങനെ തൊഴുന്നത് കണ്ടു. എന്നാലും ഫസ്റ്റത്തെ ആ ഭാഗം പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ആന പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമുക്ക് വീട്ടിലെത്തണമല്ലോ, ഇനിയും കുറച്ച് പരിപാടികളുണ്ട്. പോകുന്ന വഴിക്ക് പിന്നെ വീണ്ടും ആന, ഒരു ആടിയിട്ട് വരുന്ന ആന. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആനകളെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ സൈഡിലായിട്ട് തന്നെ ആനകളെ മൊത്തം നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ഉട്ടൂന് എന്തായാലും ആനയെ കാണണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആനകളെ മൊത്തം കാണിക്കാനായിട്ട് കൊണ്ടുപോയി കേട്ടോ. അവിടെ ചെന്നപ്പോൾ നേരത്തെ തൊഴുതുപോയ ആനയായിരുന്നത്. അങ്ങനെ കുറേ ആനകൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നല്ല, ഞങ്ങൾ പോന്നപ്പോൾ പിന്നെയും കുറച്ചുകൂടി ആനകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൊത്തം കാണാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഞങ്ങൾക്ക് സുഡിയോയിലൊന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടനൊരു പാൻറ് എടുക്കണമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് സുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. സുഡിയോന്നായിരുന്നു പാൻറ് എടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പാൻറ്റൊക്കെ നോക്കി. കൂട്ടത്തിൽ നൈസായിട്ട് എനിക്കും ഒരു പാൻറ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലുട്ടൂന് കളിക്കാൻ അവിടെ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി, 1.5 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കളിച്ച് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം രാത്രിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.